ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേ ഇൻ എ കൺട്രിയുടെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ആണ് അല്ലെ. ആ ചാപ്റ്റർ എന്തായിരുന്നു മക്കളെ പറഞ്ഞിരുന്നത്? വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ. എന്തായിരുന്നു? പ്രകൃതി എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് എന്താണ്, ഒരു നല്ല ടീച്ചറാണ്, ഒരു നല്ല മെന്ററാണ്, അതുപോലെ ഒരു ഗൈഡർ ആയിരിക്കും, മോട്ടിവേറ്റർ ആയിരിക്കും അല്ലെ. ചില സമയത്ത് പ്രകൃതി നമ്മൾ ഈ റോളുകളൊക്കെ നമുക്ക് ചെയ്തു തരാറുണ്ട് അല്ലെ. അതിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഡേ ഇൻ എ കൺട്രിയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കാം അതിന്റെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. First question, why is Fogla worried? Pick out of the expressions which show that she is worried. അല്ലെ, അവിടെ നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നായികയെ ഭയങ്കര ടെൻഷനിലാണ് കാണുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ടെൻഷൻ എന്നാണ് ചോദ്യം. നമ്മുടെ പെൺകുട്ടിക്ക് എന്താണ് ഇത്ര ടെൻഷൻ? അത് മാത്രമല്ല, അതിന് അവർ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് എന്താണ് സെന്റൻസിൽ അല്ല നമ്മുടെ ചാപ്റ്ററിൽ എന്നാണ്. ആൻസർ നോക്കാം. ഫോഗ്ല വാസ് വറീഡ് ബിക്കോസ് ഹെർ ബ്രദർ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. കാരണം അവളുടെ ബ്രദർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട്, ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഹെർ അങ്കിൾ ടെറൻഡി ഹാഡ് നോട്ട് ടു സീൻ ടു ഹെൽപ്പ് ഹെർ അല്ലെ. അവൾക്കാണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ അവളുടെ അങ്കിളിനെ നോക്കിയിട്ടാണെങ്കിൽ കാണുന്നുമില്ല. ആൻഡ് ദ സെന്റൻസ് ദ വൈറ്റ് ഹെയർഡ് ബെയർ ഫുഡ് ചൈൽഡ് ഈസ് പെയിൽ അല്ലെ. അവളുടെ ആ ഒരു ഫിയർ അല്ലെങ്കിൽ അവളുടെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാപ്റ്ററിൽ യൂസ് ചെയ്തിട്ടുള്ള വേർഡുകൾ ഏതൊക്കെയാണ്? വൈറ്റ് ഹെയർഡും അതുപോലെ ബെയർ ഫുഡ്, കള്ളൊന്നും ഇല്ല അല്ലെ. ആൻഡ് ദ ചൈൽഡ് ഈസ് പെയിൽ, വിളറിയിട്ടുണ്ട്. ആൻഡ് ഹെർ ഐസ് ആർ വൈൽഡ് ഓപ്പൺ, അവരുടെ കണ്ണുകൾ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. ഹെർ ലിപ്സ് ആർ ട്രംബ്ലിംഗ്, അവരുടെ ചുണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വിറക്കുന്നുണ്ട്. ഷോസ് ഹെർ വറി. ഇതൊക്കെ അവളുടെ ആ ടെൻഷനെ കാണിക്കുന്ന വാക്കുകളാണ് കേട്ടോ. ക്ലിയർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ടെറൻഡി? ടെറൻഡി എങ്ങനെയാണ് നമ്മുടെ ഓതർ റൈറ്റർ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? ടെറൻഡി വാസ് എ ടോൾ ഓൾഡ് മാൻ വിത്ത് എ തിൻ, വളരെ നീളമുള്ള മെലിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. പോക്ക് മാർക്കഡ് ഫേസ്, മുഖത്ത് പാടുകളുണ്ട്. വെരി ലോങ് ലെഗ്സ്, നീളമുള്ള കാലുകളാണ്. ആൻഡ് ബെയർ ഫുട്ട്, നഗ്നപാദങ്ങളാണ്. ഡ്രസ്ഡ് ഇൻ എ വുമൻസ് ടാറ്റേഡ് ജാക്കറ്റ്, ലേഡീസ് ഇടുന്ന, സ്ത്രീകൾ ഇടുന്ന കീറിയ ഒരു ജാക്കറ്റ് ആണ് ധരിച്ചിട്ടുള്ളത്. ആൻഡ് ഓൺ ഹിസ് ക്രെയിൻ ലൈക്ക് ലെഗ്സ്, എങ്ങനെയാണ്? കൊക്കിനെ പോലെയുള്ള നീണ്ട കാലുകളാണ്. ഹി സോയ്ഡ് ഇൻ ദ വിൻഡ്, അത് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റിലൂടെ ഇങ്ങനെ ഇളകുന്നുണ്ട് അദ്ദേഹം. ക്ലിയർ? Then question number 3, what was the accident that Danilka met with? എന്ത് അപകടമാണ് ഡാനിൽക്ക ഫേസ് ചെയ്തിട്ടുള്ളത്? എന്ത് അപകടത്തിലാണ് ഡാനിൽക്ക പെട്ടിട്ടുള്ളത്? ഡാനിൽക്ക സ്റ്റക്ക് ഹിസ് ഹാൻഡ് ഇൻ ടു എ ഹോൾ ഇൻ എ ട്രീ അല്ലെ. ഒരു മരത്തിന്റെ ഹോളിന്റെ ഉള്ളിൽ അവന്റെ കൈ കുടുങ്ങിയിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ട്രൈങ് ടു ഗെറ്റ് കുക്കൂസ് എഗ്സ്, ഹി കുഡ് നോട്ട് ടേക്ക് ഇറ്റ് ഔട്ട്. അവൻ എന്ത് ചെയ്യായിരുന്നു? കുയിലിന്റെ മുട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഉള്ളിലോട്ട് കൈ ഇട്ടപ്പോഴാണ് കുടുങ്ങിയത്. ഇപ്പൊ അവൻ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? അവന്റെ കൈ അവന് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. Question number 4, why does Terendi think that the thunder will not hurt the girl? Why does Terendi think that the thunder will not hurt the girl? എന്തുകൊണ്ടാണ് ടെറൻഡി ചിന്തിക്കുന്നത് ആ ഇടി നമ്മുടെ പെൺകുട്ടിയെ ഉപദ്രവിക്കില്ല എന്ന്? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഭയപ്പെടുത്തില്ല എന്ന്, അല്ലെങ്കിൽ വേദനിപ്പിക്കില്ല എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ, Terendi said that it was not from the spirit, right? That if the thunder and it would not kill a little thing like Fogla. ഇതെന്താണ്? ഇതൊരു സ്പിരിറ്റിൽ നിന്നും ഒന്നല്ല വരുന്നത്. കാരണം അത് മാത്രമല്ല, ഇത്രയും ചെറിയ ലിറ്റിൽ ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ലിറ്റിൽ ആയിട്ടുള്ള നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ ഒരിക്കലും അത് കിൽ ചെയ്യില്ല. കാരണം അത്രയും മോശപ്പെട്ടൊന്നല്ല ഇടി എന്നാണ് അദ്ദേഹം പറയുന്നത്. Then fifth one, how does Fogla feel when she hear the thunder? How does Fogla feel when he hear the thunder? ഇടി പൊട്ടിയപ്പോൾ നമ്മുടെ ഫോഗ്ലക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്നാണ് കേട്ടോ. When she heard the thunder, Fogla felt that something big, heavy and round was rolling over the sky and tearing it open exactly over her head. അല്ലേ? അവളുടെ തലക്ക് തൊട്ട് മുകളിലായിട്ട് ഒരു വലിയ ഹെവി ആയിട്ടുള്ള ഒരു സാധനം ഉരുണ്ട് വന്നിട്ട് അത് അവിടെ ആകാശത്തെ ഇങ്ങനെ പിളർത്തിയിട്ട് അവളുടെ തൊട്ട് തലക്ക് നേരെ മുകളിലായിട്ട് പിളർത്തി പോകുന്നത് പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്തത്. Then sixth question, why does the boy don't think of this trouble while looking at the stormy sky? ആ സ്റ്റോമി കൊടുങ്കാറ്റൊക്കെയുള്ള നിറഞ്ഞിട്ടുള്ള ആകാശത്തെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവൻ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന് പോലും ചിന്തിക്കാതെ നിൽക്കുന്നത് എന്നാണ്.
The boy was gazing at the stormy sky and apparently forgot to think of his trouble. അല്ലെ, അവൻ എന്ത് ചെയ്യാണ്, ആ കൊടുങ്കാറ്റിനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നോണ്ടാണ് അവൻ അപകടത്തിൽപ്പെട്ടത് പോലും അവൻ മറന്നിട്ടുള്ളത്. ഓക്കെ, 7th question. Why couldn't Danielka pull his hand out of the hole? എന്തുകൊണ്ടാണ് ദാനിൽക്കക്ക് അവന്റെ കൈ ഹോളിൽ നിന്നും പുറത്തെടുക്കാൻ സാധിക്കാത്തത്? The wood had broken at the edge of the hole. ഹോളിന്റെ തൊട്ട് മുകളിലായിട്ട് അവിടെ എന്തുണ്ടായിരുന്നു, ഒരു വുഡ് ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. ആൻഡ് ജാമഡ് ഡാൽക്കാസ്, എന്നിട്ട് അത് ഡാനിൽക്കയുടെ ഹാൻഡ് അതിന്റെ ഉള്ളിൽ അപ്പൊ എന്തായി, ജാമായി. സോ ഹി കുഡ് നോട്ട് പുൾ ഹിസ് ഹാൻഡ് ഔട്ട് ഓഫ് ദ ടേബിൾ. സ്വാഭാവികമായിട്ടും അവൻ എന്ത് ചെയ്യാൻ കഴിയില്ല, അവന്റെ കൈ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടെടുക്കാൻ സാധിക്കില്ല. Why does Terendi ask Danilka not to touch the nightingale nest? Why does Terendi, എന്തുകൊണ്ടാണ് ടെറൻഡി ask Danilka not to touch the nightingale nest? അല്ലെ, നൈറ്റിംഗൽ നമ്മുടെ രാപ്പാടിയുടെ കൂടുമ്പോൾ തൊട്ടു പോകരുത്, അതിമ കളിക്കരുത് എന്ന് ടെറൻഡി എന്തുകൊണ്ടാണ് ഡാനിൽക്കയോട് പറഞ്ഞത്? The nightingale is singing a bird. Nightingale എന്താണ്, ഒരു പാട്ട് പാടുന്ന പക്ഷിയാണ്. It has a voice to clear the heart of a man. അതിന്റെ ശബ്ദത്തിന് നമ്മുടെ മനുഷ്യരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. And it is asked to disturb the bird. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യരുത്, പക്ഷികളെ നമ്മൾ എന്ത് ചെയ്യരുത്, ഡിസ്റ്റർബ് ചെയ്യരുത്. So Terendi asked Danilka not to touch the nightingale nest. So Terendi എന്ത് പറഞ്ഞു ഡാനിൽക്കയോട്, നൈറ്റിംഗലിന്റെ കൂട് ടച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞു. The 9th question. He knows everything. Why does the author says? അവനെല്ലാം അറിയാം. He knows everything. അവൻ മീൻസ് ഇവിടെ അങ്കിൾ ആട്ടോ, അങ്കിളിനെ എല്ലാം അറിയാം. എന്തുകൊണ്ടാണ് ഓഥർ ഇങ്ങനെ പറയുന്നത്? Terendi knows the name of all the wild flowers, animals, stones. അല്ലെ, ടെറൻഡിക്ക് എന്തറിയാം, കാട്ടിലെ എല്ലാ പൂക്കളുടെയും മൃഗങ്ങളുടെയും കല്ലുകളുടെയും പേരറിയാം. He knows the names of all the wild flower, animals and stones. അതേ എല്ലാത്തിനെ കുറിച്ചുമുള്ള പേരുകൾ അറിയാം. He knows what herbs cure diseases. അദ്ദേഹത്തിന് അറിയാം ഏതൊക്കെ മരങ്ങൾ ഏതൊക്കെ അസുഖത്തിന് മാറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഹെർബ്സ് അല്ലെ, ഏതൊക്കെ ഔഷധ സസ്യങ്ങൾ ഏതൊക്കെ അസുഖം മാറ്റുമെന്ന്. He has no difficulty in telling the age of the horse and cow. ഒരു പശുവിനെ കണ്ടാലോ അല്ലെങ്കിൽ ഒരു കുതിരയെ കണ്ടാലോ അതിന്റെ ഏജ് പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല. Looking at the sunset, അല്ലെ, സൂര്യാസ്തമയം നോക്കി പറയും. And the moon and the birds, മൂന്ന് ബേർഡ്സിനെ എല്ലാം പറയും. He could tell what the sort of the weather would be next day. അടുത്ത ദിവസം എന്തായിരിക്കും കാലാവസ്ഥ എന്ന് വരെ അദ്ദേഹം ഇന്ന് പറയും. So the author says that he knows everything. അതുകൊണ്ടാണ് ഓഥർ പറഞ്ഞത് അദ്ദേഹത്തിന് എല്ലാം അറിയാം എന്നുള്ളത്. Clear? Then 10th question. These people have learned not from books. How did they learn from? ഇതൊന്നും അവർ ബുക്കിൽ നിന്നല്ല പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് അവർ എവിടെ നിന്നാണ് പഠിച്ചത് എന്നാണ് ചോദ്യം. They learned everything from the nature. അവർ ഇതെല്ലാം പഠിച്ചത് എവിടെ നിന്നാണ് മക്കളെ? നേച്ചറിൽ നിന്നാണ്, അല്ലെ, പ്രകൃതിയിൽ നിന്നാണ്. From the field, എവിടെ നിന്ന്? അവർ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നിന്ന്, വുഡ്സുകളിൽ നിന്ന്, അല്ലെ, വുഡ്സ്, പ്ലാന്റ്സ്, ട്രീസ് ആൻഡ് റിവർ ബാങ്ക്സ്, പ്രകൃതിയിൽ നിന്ന്, ബേർഡ്സ്, പക്ഷികളിൽ നിന്ന്, സൺ, സൂര്യനിൽ നിന്ന്, എല്ലാം ഈ പ്രകൃതിയാവുന്ന ഇവയെല്ലാമാണ് അവരെ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. ക്ലിയർ? Then 11th question. Why are the cobbler and the boy not weary? എന്തുകൊണ്ടാണ് കോബ്ലർക്കും ആ ആൺകുട്ടിക്കും ക്ഷീണം ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് രണ്ടാക്കും ക്ഷീണമില്ലാത്തത്? The cobbler and the boy were not wearing. അവർക്ക് രണ്ടുപേർക്ക് ക്ഷീണമില്ലായിരുന്നു. Because while walking they talked about the beauty of the earth unceasingly. അവര് യാത്ര ഇങ്ങനെ നടന്നു പോകുന്ന വേളയിലെല്ലാം അവരെന്തിനെ കുറിച്ച് സംസാരിച്ചു? ബ്യൂട്ടി ഓഫ് ദ എർത്ത് അൺസീസ്ലി, നിർത്താതെ പ്രകൃതിയുടെ മനോഹാരിതയെ കുറിച്ച് പറഞ്ഞു പോകുന്നോണ്ടാണ് അവർക്ക് ക്ഷീണം വരാത്തത്. Then 12th question. Do you think that the Terendi loves children? Justify your answer. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ടെറൻഡിക്ക് കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണെന്ന്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അതിനുള്ള ഉത്തരം കൂടെ പറയണം. യെസ്, ടെറൻഡി loves children very much. When the children fell asleep, ടെറൻഡിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുട്ടികളെ. നമ്മുടെ കുട്ടികൾ ഉറങ്ങിയപ്പോ he come to them and placed a bread under their heads. അവർ ഉറങ്ങിയപ്പോ ഒരു ബ്രെഡ് അവരുടെ തലക്ക് മുകളിൽ കൊണ്ടുവച്ചിട്ട് പോയി. This incident show that he loved them very much. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അദ്ദേഹത്തിന് ആ കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. Then 13th question. The boy does not sleep. Why? ആ ആൺകുട്ടിക്ക് ഉറക്കം വന്നില്ല. എന്തുകൊണ്ട്?
The boy does not sleep. He gazes into the darkness. അവൻ എന്ത് ചെയ്യായിരുന്നു? ഇരുട്ടിലോട്ട് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. It seems to him that he has seen during the day. അല്ലെ, അവൻ എന്ത് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്? എന്ത് കണ്ടോണ്ടാണ് അവന്റെ കണ്ണിൽ കാണുന്നത്? എന്ത് കാഴ്ചകളാണ്? ആ ദിവസം മുഴുവൻ അവൻ കണ്ട എല്ലാ കാഴ്ചകളും അവന്റെ കണ്ണിലൂടെ ഇങ്ങനെ വന്നിട്ട് അവൻ ഇങ്ങനെ ഇരുട്ടിലോട്ട് നോക്കിയിരിക്കുകയാണ്. Then 14th question, and no one sees his love. What is the love referred to here? ആരും അദ്ദേഹത്തിന്റെ ആ സ്നേഹം കണ്ടില്ല. അത് എന്ത് സ്നേഹമാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്? The love of the cobbler towards his children is referred here. അല്ലെ, എന്താണ് ഇവിടെ? എന്ത് സ്നേഹത്തെയാണ് കാണിക്കുന്നത്? നമ്മുടെ കോബ്ലർക്ക് കുട്ടികളോടുള്ള ആ സ്നേഹമാണ് ഇവിടെ ഉദ്ദേശിച്ച ഹിസ് ലവ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. Then ഈ ഒരു ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി ആണ് അല്ലെ. ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരുന്നു. അതിലും സിമ്പിൾ ആണ് കേട്ടോ ആക്ടിവിറ്റി. നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1. The following is the summary of the story. A day in the country, some part of are missing. Complete it. It was a stormy day. There was a thunder and lightning. അല്ലെ മക്കളെ, ഒന്നുമില്ല, ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമ്മറി കിട്ടണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഡേ ഇൻ എ കൺട്രിയുടെ സമ്മറി വേണം എന്നാണെന്നുണ്ടെങ്കിൽ ആ സമ്മറിയാണ് ഈ കാണുന്നത് കേട്ടോ. ഡേ ഇൻ എ ഡേയുടെ സമ്മറിയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അത് ജസ്റ്റ് ആ ചാപ്റ്ററിൽ ഇങ്ങനെ വേർഡ്സുകൾ തന്നിട്ടുണ്ട്. നമ്മൾ അത് മൊത്തത്തിൽ എഴുതി വരുമ്പോൾ അതിന്റെ സമ്മറി ആയിട്ട് മാറും കേട്ടോ. തുടക്കം, ഇറ്റ് വാസ് എ സ്റ്റോമി ഡേ, there was a thunder and lightning. അല്ലെ, a little girl, she asked everyone. The girl sobbed and told Terendi she wanted Terendi, and said that Danilka has put his hand. They both and wet all though എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി അതിന് ബാക്കിയുണ്ട്. He saved the boy and on the way there, Danilka wondered how Terendi, they shared their food and the children. Terendi, the moon, enjoyed the love of the homeless cobbler. അല്ലെ, റീടെൽ ദ സ്റ്റോറി. റീടെൽസ് ദ സ്റ്റോറി എന്ന് പറഞ്ഞ സമ്മറി എഴുതാൻ തന്നെയാണ് മക്കളെ പറയുന്നത്. ഇത്രയും എഴുതുമ്പോഴത്തേന് ആ ചാപ്റ്ററിന്റെ നല്ല ഉഗ്രനൊരു സമ്മറി കിട്ടും. നോക്കാം. ഇറ്റ് വാസ് എ സ്റ്റോമി ഡേ. നല്ല കാറ്റുള്ള ഒരു ദിവസമായിരുന്നു അല്ലെ, നല്ല കൊടുങ്കാറ്റൊക്കെ ഉള്ള ദിവസം. ദർ വാസ് എ തണ്ടർ ആൻഡ് ലൈറ്റനിങ്. ഇടി ഉണ്ടായിരുന്നു, മിന്നലുണ്ടായിരുന്നു. എ ലിറ്റിൽ ഓഫ് 6 ഫോയ്ഗ്ലാർ റൺ ത്രൂ ദ വില്ലേജ് ലുക്കിംഗ് ഫോർ ടെറൻഡി ദ കോബ്ലർ. ഒരു 6 വയസ്സിൽ നമ്മുടെ ഫോയ്ഗ്ലാർ എന്ന് പറയുന്ന പെൺകുട്ടി ആ വില്ലേജിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ അങ്കിളിനെയും അന്വേഷിച്ച്. ഷി വാസ് വറീഡ്. അവൾ ആകെ ടെൻഷനിലാണ്. ഷി ആസ്ക്ഡ് എവരിവൺ വെദർ ദേ ഹാഡ് സീൻ ടെറൻഡി. അവളെ കാണുന്നവരോടൊക്കെ ടെറൻഡിയെ കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. Nobody could tell Terendi where he was. ആരും തന്നെ ടെറൻഡി എവിടെയെന്ന് പറയുന്നില്ല. At last she met Terendi bosom friend. അവസാനം അവൾ ടെറൻഡിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുകയാണ്. He informed her that he was in the kitchen garden. അദ്ദേഹം എന്ത് പറഞ്ഞു കൊടുത്തു? അദ്ദേഹം എവിടെയുണ്ട്? കിച്ചൺ ഗാർഡനിൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. She ran to there and saw Terendi standing the village വെജിറ്റബിൾസ് പ്ലോട്ട്. അല്ലെ, അവൾ അവിടെ ഓടിച്ചെന്നപ്പോ ടെറൻഡി അവിടെ വെജിറ്റബിൾ പ്ലോട്ടിന്റെ അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. The girl sobbed. അവളിങ്ങനെ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. And told Terendi that her brother Danilka met with an accident. He had put. അവൾ ഓടിക്കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു ടെറൻഡി അവളുടെ ബ്രദർ എന്താണ് ഡാനിൽക്ക് ഒരു ആക്സിഡന്റ് പെട്ടിട്ടുണ്ട്. He had put his hand into hole in a tree to get cuckoo's eggs. അല്ലെ, എന്താണ് അവന്റെ ഹാൻഡ് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കുക്കുവിന്റെ അല്ലെ കുയിലിന്റെ മുട്ട കിട്ടാൻ വേണ്ടി ഒരു ഹോളിലിട്ട് ഇട്ടപ്പോ അതിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. ആൻഡ് ഹി കുഡ് നോട്ട് ഗെറ്റ് ഇറ്റ് ഔട്ട്. അവന് പുറത്തോട്ട് എടുക്കാൻ കഴിയുന്നില്ല. ഹി വാണ്ടഡ് ടെറൻഡി ടു ഗോ വിത്ത് ഹിം ടു ഹെൽപ്പ് ഹെർ ബ്രദർ. അല്ലെ, അത് ടെറൻഡി അവളുടെ കൂടെ പോയിട്ട് ബ്രദറിനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് അവളുടെ ആവശ്യം. They both rushed to the spot in the heavy rain. രണ്ടാളും നല്ല മഴയത്ത് വളരെ റഷ് ആയിട്ട് ആ സ്പോട്ടിലോട്ട് പോയി. The cobbler walked quickly. cobbler വളരെ സ്പീഡിലാണ് പോകുന്നത്. The girl could hardly keep up with his girl. വളരെ പ്രയാസമുണ്ട് അത്ര സ്പീഡ് കൂടി ആളുടെ കൂടെ ഒപ്പെത്താൻ വേണ്ടിയിട്ട്. On the way he consoled her not to be frightened because the thunder would do not kill the little thing like her. ആ പോകുന്ന വഴിയിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പെൺകുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ട്? ഇടിമിന്നൽ കണ്ട് പേടിക്കണ്ട, ഇടി കണ്ട് പേടിക്കണ്ട, കാരണം നിന്നെ പോലെ ഒരു ചെറിയ കുട്ടിയെ ആ ഇടിയും ഇടിമിന്നലും ഒന്നും ചെയ്യില്ല, കൊല്ലില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. When they reached the spot, they found the frightened ഡാനിൽക്ക. അവരവിടെ എത്തിയപ്പോ എന്ത് കണ്ടു? പേടിച്ച് ഡാനിൽക്കയെ കണ്ടു. ഹി സേവ്ഡ് ദ ബോയ് ആൻഡ് വാക്ക്ഡ് അലോങ് ദ ഡാർക്ക് ഡോർ. ആ ബോയിയെ സേവ് ചെയ്തുകൊണ്ട് അവർ ആ ഇരുണ്ട റോഡിലൂടെ ഇങ്ങനെ നടന്നുപോയി. ഓൺ ദ വേ ദേ ടോക്ക്ഡ് അബൌട്ട് ദ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക്. പോണ വഴിയിലൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എന്തിനെ കുറിച്ചൊക്കെ? നൈറ്റിംഗിൾ, റെയിന്, ഡഗ്സ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ പോണ വഴിയിലൂടെ സംസാരിച്ചു.
ടെറൻഡി ആസ്ക്ഡ് ഓൾ ദെയർ ക്വസ്റ്റ്യൻസ്. ടെറൻഡി എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാണ്, ആൻസർ പറഞ്ഞു കൊടുത്തു. ഡാനിൽക്ക വണ്ടേഡ് ഹൗ ടെറൻഡി ഹാഡ് എ ഗുഡ് നോളജ് അബൌട്ട് എവരിത്തിങ്. ഡാനിൽക്ക അത്ഭുതം തോന്നുന്നത് എങ്ങനെയാണ് ടെറൻഡി എല്ലാത്തിനെ കുറിച്ചും ഇങ്ങനെ അറിയാൻ പറ്റുന്നത്. ഹി ലേൺഡ് എവരിത്തിങ് ഫ്രം നാച്ചർ നോട്ട് ഫ്രം ബുക്സ്. അദ്ദേഹം എല്ലാതും പ്രകൃതിയിൽ നിന്നാണ് പഠിച്ചത്, ബുക്കിൽ നിന്നല്ല. They reached a river bank and shared their food. അവര് പുഴയുടെ തീരത്തെത്തിയപ്പോ അവിടെ ഇരുന്നിട്ട് അവര് ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. They returned to the village only in the evening. വൈകുന്നേരം ആയപ്പോഴാണ് അവർ വീട്ടിലോട്ട്, അവരുടെ വില്ലേജിലോട്ട് തിരിച്ചു വന്നത്. The children went to deserted bank in the night. രാത്രി കുട്ടികൾ എവിടെയാണ് കിടന്നുറങ്ങാൻ പോയത്? ഒഴിഞ്ഞു കിടക്കുന്ന ധാന്യപുരയിലോട്ടാണ്. The boy could not sleep for a long time. ആൺകുട്ടിക്ക് ഒരുപാട് നേരം ഉറക്കമൊന്നും വന്നില്ല. He thought about all that he had seen all the day night. അല്ലെ, കാരണം അവൻ ആ ദിവസം കണ്ട എല്ലാ കാഴ്ചകളെ കുറിച്ചും ചിന്തിച്ച് കിടക്കുകയായിരുന്നു. At last he fell asleep. അവസാനം അവൻ എന്ത് ചെയ്തു? ഉറക്കത്തിലോട്ട് പോയി. ടെറൻഡി came to them. ടെറൻഡി അവരുടെ അടുത്തേക്ക് വന്നു. And put a bread under their head. അവരുടെ തലക്ക് മുകളിലായിട്ട് ഒരു ബ്രെഡ് വെച്ചു കൊടുത്തു. The man was rejoiced seeing the love of the homeless cobbler. അല്ലെ, എന്താണ് നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? ആ വീടില്ലാത്ത ആ വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ആ മനുഷ്യന്റെ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അത്രയാണ് മക്കളെ എന്ത് ആ ഒരു ചാപ്റ്ററിന്റെ സമ്മറി കേട്ടോ. ആ ചാപ്റ്ററിന്റെ സമ്മറിയാണ് ആ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ക്ലിയർ? Then let's prepare a blog. In this unit you have learned poems and stories depict the splendor of the nature. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഒരു വശം തന്നെ കണ്ടു. Can you write poems, stories, article describing the beauty and splendor of നാച്ചർ? അല്ലെ, പ്രകൃതിയെ കുറിച്ച് നിങ്ങൾക്ക് പോയോ അല്ലെങ്കിൽ സ്റ്റോറിയോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ നിങ്ങൾക്ക് കഴിയോ? പ്രകൃതിയുടെ മനോഹാരിത വർണ്ണിച്ചുകൊണ്ട് എന്നാണ് ചോദ്യം. ഡെവലപ്പ് എ ബ്ലോഗ് ഫോർ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളില് ഇംഗ്ലീഷ് ക്ലബ്ബുകാർ ഒരു ബ്ലോഗൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പോസ്റ്റ് യുവർ പോംസ്. അവിടെ നിങ്ങൾ നിങ്ങളെ ഒരു പോം എഴുതിയിട്ട് ആ പോം നിങ്ങൾ അവിടെ ആഡ് ചെയ്യണം. സ്റ്റോറീസ് ആൻഡ് ആർട്ടിക്കിൾസ് ഇൻ ദ ബ്ലോഗ് യു മേ ആസ്ക് യുവർ ഫ്രണ്ട്സ് ടു കമന്റ് ഓൺ ദം. അല്ലെ, അതിന് സ്റ്റോറീസും ആർട്ടിക്കിൾസും പോംസും ഒക്കെ ആ ബ്ലോഗിലിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഒരു പോമാണ് കൊടുത്തിട്ടുള്ളത്, നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോം എഴുതാട്ടോ. നിങ്ങൾക്ക് പോമും സ്റ്റോറീസും ആർട്ടിക്കിൾസ് എന്താ വെച്ചാൽ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന അതൊക്കെ എഴുതാം കേട്ടോ. ഡു ഇറ്റ് യുവർ സെൽഫ് ആട്ടോ, നമ്മൾ സ്വയം ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് ലെറ്റ് ദ റെയിൻ ഡ്രോപ്സ് ഫോൾ ഓൺ യുവർ ഷോൾഡർ സ്റ്റിൽ ഡു ഇറ്റ് നൗ ആൻഡ് ലിസൺ ടു ദ റെയിൻ. You will tell you the secret of the sky if you don't have walked along the slippery ridges. In between the paddy field without slippers, do it now and look at the swinging dragonfly. He will teach you how comfortable a breeze is. If you don't have a couch under and the shade of the tree after a long walk in the sun, do it now and sleep for a while to know more about the tree and shade. If you don't have eaten a mango fruit fresh from the tree without cutting it, do it now and won't be skeptical. Another happiness of a squirrel. If you don't have heard yet the song of a skylark, try for this night and look for the mystery of the dawn when the stars shine. Okay, ചെറിയ പോമാട്ട മക്കളെ. ഇതൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ മാതിരി ഉണ്ടാക്കി എഴുതാനൊന്നും വരില്ല. എന്നിരുന്നാൽ പോലും ജസ്റ്റ് ആർട്ടിക്കിളോ പോമോ സ്റ്റോറിയോ ഒക്കെ എന്ത് ചെയ്യുക, പ്രകൃതിയെ കുറിച്ച് ചെയ്താൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ, നമ്മൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഥകളും കവിതകളും നമ്മൾ ചെറുപ്പം മുതലേ എല്ലാ ക്ലാസ്സുകളിലും പഠിച്ചു വരുന്നതാണ് അല്ലെ. അപ്പൊ അതൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെറിയൊരു കവിത നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ പഴയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ ഡേ ഇൻ എ കൺട്രി എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെ. ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് മക്കളെ? ഇവിടെ നമ്മുടെ പ്രകൃതി ചില സമയത്ത് നമുക്ക് ആരാണെന്നാ പഠിച്ചിട്ടുള്ളത്? പ്രകൃതി ചില സമയത്ത് മാത്രമല്ല, എപ്പോഴും അങ്ങനത്തെ അല്ലേ. നമ്മളൊക്കെ പോയി ഇരുന്ന് നമുക്ക് പ്രകൃതിയിൽ നിന്നും പലതും പഠിക്കാം അല്ലെ. അതുപോലെ പ്രകൃതി എന്താണ്? ഒരു ടീച്ചറാണ്, ഗൈഡാണ്, മെന്ററാണ് അല്ലെ, ഒരു മോട്ടിവേറ്റർ ആണ്. ഇങ്ങനെ എല്ലാ റോളും പ്രകൃതി ചില സമയത്ത് നമുക്ക് ചെയ്തു തരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.